ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് നിർത്തിയെടുത്ത് ആരംഭിക്കുന്ന വിഷയമാണ്. ക്രൈസ്തവ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചാസ്റ്റൈസ്മെൻറ്റ് അഥവാ കർത്താവിൻ്റെ ബാലശിക്ഷ, യേശുവിൻ്റെ ബാലശിക്ഷ എന്നുള്ളത്. അനർത്ഥം സംഭവിക്കുമ്പം, കെടുതി സംഭവിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പം, അകാല മൃത്യുകൾ ഉണ്ടാകുമ്പം ഇതെല്ലാം കർത്താവിൻ്റെ ബാലശിക്ഷയാണ് എന്ന് വിധിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ബാലശിക്ഷയുടെ ആഴങ്ങളെ മിക്കവാറും പേർക്ക് അറിയുവാൻ കഴിയുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഈ ആശയത്തെ വലുതായിട്ട് എബ്രായ ലേഖനകാരൻ തുറന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ അതായിരുന്നു വിശദീകരിച്ചത്. 4 പ്രധാന ചിന്തകളിൽ ഇന്നലെ കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന ആശയത്തെ ഞാൻ വിശദീകരിച്ചുവെങ്കിൽ ഇന്ന് വിശദീകരിക്കുവാൻ പോകുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ്. സോ ലോകമെമ്പാടും ഈ സമയത്ത് ഓൺലൈവായിട്ട് ഈ ശുശ്രൂഷകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ബാലശിക്ഷ എന്ന ആശയത്തെ ഇവിടുന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറക്കുമാറാകട്ടെ. വേഗത്തിൽ എന്നോടൊപ്പം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം എടുത്താട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് തോന്നുന്നു അതിന് മേളിനെ വായിച്ചാലേ ഈ ആശയങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ 23-ാം വാക്യം മുതൽ വായിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തു എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ആ ഭാഗങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ വായിക്കാൻ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 11-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 30-ാമത്തെ വാക്യം നോക്കുക. ഇത് ഹേതുവായി, ഫോർ ദിസ് കോസ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്രകളും. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ. ഇതാണ് നമ്മൾ സിങ്ക് ചെയ്യുന്ന വാക്യം. 32-ാമത്തെ വാക്യം 11:32, 11:32. ഫസ്റ്റ് കൊരിന്ത്യൻസ് 11:32. വിധിക്കപ്പെടുന്നു നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഓക്കെ, ഈ ഭാഗത്തോടു കൂടിയാണ് ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നത്. ശ്രദ്ധിച്ചേക്കുക. 11-ാം അധ്യായത്തിൽ 2 വിഷയങ്ങൾ സഭ ഫേസ് ചെയ്തിരുന്നു, കൊരിന്ത് സഭ. ഒന്ന്, ജൂയിഷ് കസ്റ്റമാകുന്ന, യഹൂദ മര്യാദയാകുന്ന തല മൂടുന്ന സമ്പ്രദായം ദൈവസഭയ്ക്ക് വേണമോ? ഇതായിരുന്നു ഒന്നാമത്തെ വിഷയം. 2, ഇറവറന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ലോർഡ്സ് സപ്പർ. കർത്താവിൻ്റെ തിരുശരീരത്തെ പ്രാധാന്യം കൊടുക്കാതെ, ബഹുമാനം കൊടുക്കാതെ, തിരിച്ചറിയാതെ അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന പരിപാടി. അപ്പം 2 കാര്യങ്ങൾക്കെതിരെയാണ് പ്രധാനമായി അപ്പോസ്തലൻ 11-ാം അധ്യായത്തിൽ തൻ്റെ വാക്കിലൂടെ ശക്തമായി മറുപടി തരുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഏതാണ്ട് നമ്മൾ ഈ വാക്യം വായിക്കുന്നതിന് തൊട്ട് മേളി വരെയുള്ള ഭാഗങ്ങളിൽ യഹൂദ മര്യാദയാകുന്ന തലേ തുണിയിടുന്ന സമ്പ്രദായം ദൈവസഭയ്ക്ക് ആവശ്യമാണോ എന്ന് വിശദീകരിക്കുമ്പം അതിൻ്റെ കൺക്ലൂഷൻ 11-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. ആ വിശദീകരണം കർത്താവിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാകുമല്ലോ. മേളിൽ ആ വിശദീകരണങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ തന്നെ വിധിപ്പീൻ. സ്ത്രീ മൂടുപട വിടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ 14-ാമത്തെ വാക്യം മുതലാണ്. പുരുഷൻ മുടി നീട്ടിയാൽ അത് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നുവെന്ന് പ്രകൃതി, അവൾക്ക് മാനമെന്നും പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെ ഒരു മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കില്ല എന്ന് ഓർത്തുകൊള്ളട്ടെ. നീട്ടിയ മുടി മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നുവെന്ന് പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. നീട്ടിയ മുടി മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നുവെന്ന് പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. ഈ വിഷയം സംബന്ധിച്ച് ഒരുവൻ തർക്കിക്കാൻ ഭാവിച്ചാൽ യഹൂദ മര്യാദയാകുന്ന തലേ തുണിയിടുക എന്ന സമ്പ്രദായം ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കില്ല എന്ന് ഓർത്തുകൊള്ളട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ വിഷയത്തിൻ്റെ 16-ാം വാക്യത്തിൽ അതിൻ്റെ കൺക്ലൂഷൻ അപ്പോസ്തലൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 16-ാം വാക്യം, ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെ ഒരു മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കില്ല എന്ന് ഓർത്തുകൊള്ളട്ടെ. അപ്പം 11-ാം അധ്യായത്തെ 2ആയിട്ട് തരംതിരിച്ച് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. 1 യഹൂദ മര്യാദ, 2 കർത്താവിലുള്ള മര്യാദ. 1-ാം വാക്യം മുതൽ
1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ യഹൂദ മര്യാദയാണ്, ജൂയിഷ് കസ്റ്റമാണ്. 10-ാം വാക്യത്തിലാണ് കർത്താവിലുള്ളത് തുടങ്ങുന്നത്. ദയവായി നിങ്ങൾ 10-ാം വാക്യം നോക്കിയാട്ടെ, 11-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ അതുവരെ വിശദീകരിച്ചത് ജൂയിഷ് കസ്റ്റമാണ്. ജൂയിഷ് കസ്റ്റം പ്രകാരം പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലേ തുണിയിടണം. എന്നിട്ട് താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറയാണ് എന്നാൽ കർത്താവിൽ, 11-ാം വാക്യം, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനോ ഇല്ല. ഓക്കെ, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ തന്നെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. അപ്പോസ്തലൻ കൊണ്ടിരുന്ന കൺക്ലൂഷനാണ് ഇങ്ങനെ നീട്ടിയ മുടി മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു എന്ന് പ്രകൃതി തന്നെ നമ്മെ തർക്കിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നീട്ടിയ മുടി മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു പ്രകൃതി തന്നെ, നേച്ചർ തന്നെ നമ്മെ പഠിപ്പിക്കുന്നല്ലോ. എന്നിട്ട് താഴെ വിശദീകരിക്കുകയാണ് വല്ലൊരു ഈ വിഷയം സംബന്ധിച്ച് തർക്കിക്കാൻ ഭാവിച്ചു അങ്ങനെ ഒരു മര്യാദ ഞങ്ങൾക്കില്ല. ഏത് മര്യാദ? അവിടെ കണ്ടുവരുന്ന ആ മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കില്ല എന്ന് ഓർത്തുകൊള്ളട്ടെ. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ നടത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷയത്തെ അപഗ്രഥിക്കുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പിന്നീട് താഴേക്ക് വരുമ്പോൾ ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്നത് 17-ാം വാക്യം തൊട്ടേ 17-ാമത്തെ വാക്യം. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കായിട്ടല്ല. അപ്പൊ എന്താ ഇവിടെ എന്തോ വലിയ വിഷയം നടക്കുകയാണ്. എന്നാ വിഷയം ഇവിടെ? ഒന്നാമത് നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഭിന്നതയുണ്ടെന്ന് കേൾക്കുന്നത്, ഏതാനും വിശ്വസിച്ച് വരുന്നു. ഓക്കെ, ഇനി 20-ാമത്തെ വാക്യം നോക്കിയാൽ നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുത്തൻ ലഹരി പിടിച്ചു പിരിക്കുന്നു. തിന്നുവാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല കർത്താവിൻ്റെ സഭയെ തുച്ഛീകരിക്കുന്നുവോ? തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുന്നോ? ഞാൻ ഈ കാര്യത്തിൽ ശാസിക്കുക അത്ര ചെയ്യുന്നത്. അപ്പം കർത്താവിൻ്റെ മേശമേലുള്ള ആ പരിഭാവണ്യത പരിഗണിക്കാതെ അവർ നടത്തിയ ആ രീതിക്കെതിരെയാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. അതായത് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരുവന് വേണ്ടി കാത്തിരിക്കാതെ വിശക്കുന്നവൻ എടുത്ത് കഴിക്കുന്ന സമ്പ്രദായത്തിൽ കൊരിന്ത് സഭയിൽ കർത്താവിൻ്റെ മേശ അധപ്പതിച്ചപ്പോൾ ആ അധപ്പതനത്തിനെതിരെയാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? കേവലം തീറ്റയും കൂടിയാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം നിറയാൻ വേണ്ടി ഇത് കഴിക്കുന്നതെങ്കിൽ നിങ്ങളെന്താ കാത്തിരിക്കാതെ കർത്താവിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുന്നുവോ? കർത്താവിൻ്റെ സഭയെ നിങ്ങൾ വിലയില്ലാതാക്കുന്നു? ഉള്ളവനെ ഇല്ലാത്തവൻ ലജ്ജിപ്പിക്കുന്നുവോ? കൊണ്ടുവന്ന് പിരിയുവാണോ? ഇതാണോ ചെയ്യേണ്ടത്? അപ്പം അവിടെ ഉണ്ടായിരുന്നത് വേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കാതെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം അതിനെതിരെ അപ്പോസ്തലൻ വിശദീകരിക്കുന്ന ഭാഗമാണ് ഈ ബാലശിക്ഷയോട് ബന്ധപ്പെട്ട് ഈ വിഷയം വിശദീകരിക്കുമ്പോൾ താഴെയുള്ളത് 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് അപ്പം തിന്നുകയോ അത് ഈ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഈ ശരീരവും രക്തം എന്ന പ്രയോഗം ഈ അധ്യായത്തിൽ മുഴുവൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിനെ മനസ്സിലാക്കണമെങ്കിൽ മേളിൽ യേശു പറഞ്ഞ ആ ഒരു പദം എടുക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം എന്ന് മേളിൽ യേശു വിശദീകരിച്ചത് തൻ്റെ ശരീരത്തെ എടുത്തുയർത്തിക്കൊണ്ടല്ല. പിന്നെയോ യേശു അത് വിശദീകരിച്ചപ്പം യേശുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അപ്പമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം എടുത്തുകൊണ്ടാണ് യേശു പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. വേണമെങ്കിൽ നിങ്ങൾ 24-ാമത്തെ വാക്യം വായിച്ചോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഞാൻ കർത്താവായി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. This is my body. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ശരീരം എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. ദയവായി നിങ്ങളെ വാക്യം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരത്തിൻ്റെ ഓർമ്മ എന്നല്ല യേശു പറഞ്ഞേ. ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയ്ക്കായിട്ടാ. പക്ഷെ യേശു പറഞ്ഞത് this is my body. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം. എടുത്തുയർത്തിയത് അപ്പമാ. പക്ഷെ യേശു പറഞ്ഞത് ഇത് അപ്പമാന്നല്ല പറഞ്ഞേ, this is my body. ഇത് എൻ്റെ ശരീരം. എടുത്തുയർത്തിയത് പാനപാത്രമാ. പക്ഷെ യേശു പറഞ്ഞത്
ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തമാണ്, രക്തത്തിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന പുതിയ ഉടമ്പടിയാണിത്. നിങ്ങൾ ആ വാക്യത്തിന്റെ ആശയം ശ്രദ്ധിച്ചാട്ടെ. അവിടെ തന്നെ അത്താഴം കഴിച്ച ശേഷം പാനപാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പൊ ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയ്ക്കാണെങ്കിലും അപ്പം എടുത്തിട്ട് യേശു പറഞ്ഞത് ഓർമ്മയാന്നല്ല പറഞ്ഞേ, എടുത്തിട്ട് യേശു പറഞ്ഞത് ശരീരവും രക്തവുമാണെന്നാണ്. അപ്പൊ ഇവിടുത്തെ ശരീരം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തെ ഇവിടെ മുതലേ എടുത്തു വന്നാലേ താഴെ വിശദീകരിക്കുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. ബോഡി ചേർന്ന് പറയുക, ശരീരം. ഓക്കെ, ഇനി താഴേക്ക് നിങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ. ഈ അയോഗ്യമായി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ യോഗ്യതയാണ് അത് പരിഗണിക്കപ്പെടുന്നതെന്നൊരു സംശയം ഉണ്ടാകും. ഇവിടെ പറയുന്നത് വ്യക്തിപരമല്ല, അവിടെ ചെയ്യുന്ന രീതിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് മലയാള വ്യാകരണ അർത്ഥങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്ന് അയോഗ്യരായി, രണ്ട് അയോഗ്യമായി. ഹലോ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. അയോഗ്യരായി, അയോഗ്യമായി. ഹല്ലേലൂയ. അയോഗ്യരായി എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അയോഗ്യതയാണ്, മനുഷ്യൻ്റെ അയോഗ്യതയാണ്. അയോഗ്യമായി എന്ന് വിശദീകരിക്കുന്നത് വിധത്തെയാണ്, ചെയ്യുന്ന രീതിയെയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ബൈബിളിലെ വാക്യം നിങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അൺവർത്തിലി എന്നല്ല, അൺവർത്തി മാനർ എന്ന. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഉപയോഗിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ ആണ്. ഹല്ലേലൂയ. ഡ്രിങ്ക് ദ കപ്പ് ഓഫ് ദി ലോർഡ് ഇൻ ആൻ അൺവർത്തി മാനർ, അയോഗ്യമായ വിധത്തിൽ. ഇനി ഈ വാക്യത്തിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ വന്നാട്ടെ. അയോഗ്യമായ വിധത്തിൽ. അപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരുന്ന വിധത്തെയാണ് അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്ന വിധം? മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല, വരുന്നവൻ ഇത് എന്ത് ചെയ്യും, കഴിച്ചു പോവും. മാത്രമല്ല ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നുള്ള തിരിച്ചറിവൊന്നും അവർക്കുണ്ടാകത്തില്ല, വന്നു കഴിച്ചു പോവുക. അതിനപ്പുറത്ത് ഇതിനെ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇറവറൻറ്റ് പാർട്ടിസിപ്പേഷനാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് കർത്താവിൻ്റെ ശരീരം. അതുകൊണ്ട് അവിടെ വിശദീകരിക്കാൻ പറയുന്നത് അയോഗ്യരായി എന്ന ആശയമാണെങ്കിൽ വ്യക്തികളുടെ അയോഗ്യതകൾ അവിടെ. പക്ഷെ അയോഗ്യമായി എന്ന ആശയമാകിയാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെയ്യുന്ന രീതിയെയാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ. മേളി മോലെ ഈ ശരീരവും രക്തമുണ്ട്, ഇവിടെ വേറൊരു അർത്ഥം എടുത്തിടാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ആ ആലങ്കാരിക ആശയമാണ് ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരീരവും രക്തമെന്നും മേളി മുതലേ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തമാണ്. ഹലോ, ഇനി താഴേക്ക് നിങ്ങൾ ദയവായി വന്നാട്ടെ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. അപ്പൊ ഇവിടെ പറയുന്ന ശരീരം ഏതാ? മേളിമോലെ ശരീരം പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തം. എന്നിട്ട് ഇവിടെ പറയുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ശരീരം ഏതാ? ഉറക്കെ പറ. കർത്താവിൻ്റെ, നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലായി. കർത്താവിൻ്റെ ശരീരം. ചേർന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ശരീരം. അത് മലയാളത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒന്ന് തോന്നും, പക്ഷെ ഇംഗ്ലീഷിലെ ആശയത്തിൽ യുവർ ബോഡി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ലോർഡ്സ് ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ശരീരം. ഒന്നും വേണ്ടിക്കുക എന്നോട് ചേർന്ന്, കർത്താവിൻ്റെ ശരീരം. ഞാൻ അത് NIV-യിൽ നിന്ന് വായിച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. 29-ാമത്തെ വാക്യം ഞാൻ NIV-യിൽ നിന്ന്, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ നിന്ന് വായിക്കുകയാണ്. ഫോർ ദോസ് ഹു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് വിത്തൗട്ട് ഡിസേണിങ് ലോർഡ്സ് ബോഡി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം തിരുമേശയുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അല്ല വിവേചിക്കേണ്ടത്, പിന്നെ എന്തിനാ വിവേചിക്കണ്ടേ? ചേർന്ന് പറഞ്ഞു, കർത്താവിൻ്റെ ശരീരത്തെയാണ്. മേളിമോലെ പറഞ്ഞു ഇതെൻ്റെ ശരീരമാ, മേളിമോലെ പറഞ്ഞു ഇതെൻ്റെ രക്തമാ. ഇതിനെയാ വിവേചിക്കണ്ടേ, ഇതിനെയാ തിരിച്ചറിയണ്ടേ. വിവേചിക്കുക എന്ന പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നതാണെന്ന് അറിയുക എന്ന ആശയമാണ്. ഹല്ലേലൂയ. അപ്പം അപ്പം എടുത്ത് ഉയർത്തിക്കൊണ്ട് യേശു പറയുന്നു ഇതെൻ്റെ ശരീരമാണ്. പാനപാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് യേശു പറയുന്നു ഇതെൻ്റെ രക്തമാണ്. എന്നിട്ട് താഴെ പറയുകയാണ്, ഇതെൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമായിട്ട് വിവേചിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൽ നിന്ന് ഭാഗവാക്കാകാൻ എന്ന് പറഞ്ഞാൽ ഇതറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിൽ നിന്ന് ഭാഗവാക്കാകാൻ.
ഹല്ലേലൂയ. ഇതറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിൽ നിന്ന് ഭാഗവാക്കാകുന്നതെന്ന് അവനവൻ ശോധന ചെയ്യണം. കാരണം ആ അറിവ് വ്യക്തിപരമാണ്. ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ദയവായിട്ട് വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ പ്രധാന ആശയം. ദയവായി നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. മനുഷ്യൻ 28-ാമത്തെ വാക്യം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. തന്നെത്താൻ ശോധന ചെയ്യണം, വ്യക്തിപരമായി ശോധന ചെയ്യണം. ഏത് കാര്യത്തിൽ? മേളി പറഞ്ഞു കാര്യം എന്നാ, ഞാൻ കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞാണോ ഭക്ഷിക്കുന്നതെന്ന് അവനവൻ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. കാരണം അത് വ്യക്തിപരമാണ്. ഹലോ, ഈ ബ്രദർ തിരിച്ചറിഞ്ഞിട്ടാണോ ഭക്ഷിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുകയില്ല, പക്ഷേ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ശോധന വ്യക്തിപരമാണ്. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഈ പറയുന്ന ആശയങ്ങളെ ഒന്നുകൂടെ ഞാൻ ക്രോഡീകരിക്കാം. അയോഗ്യരായി എന്നായിരുന്നെങ്കിൽ വ്യക്തികളുടെ അയോഗ്യതകളായിരുന്നു അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത്, അയോഗ്യതകൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരമാണ് കൈയിരിക്കുന്നത്. ഹലോ, നിങ്ങളുടെ അയോഗ്യതകൾക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ട ശരീരമാ ഉയർത്തിക്കൊണ്ട് യേശു പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ആ ശരീരത്തിലാ അയോഗ്യതകൾ യോഗ്യതകളായി മാറുന്നേ. ആമേൻ. എത്ര പേര് പറയും? കരമടിച്ച് എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? യേശുവിൻ്റെ ശരീരത്തിലാണ് അയോഗ്യൻ യോഗ്യനായി മാറുന്നേ. അതിന് പുറത്ത് യോഗ്യതയൊന്നുമില്ല. യേശുവിലാണ് ഞാൻ യോഗ്യനായി മാറുന്നത്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. എന്നിട്ട് താഴെ വിശദീകരിക്കാൻ പറയുന്നത്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. ഓരോ മനുഷ്യര് തിരിച്ചറിയണം, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. എന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നല്ല ശോധന ചെയ്യണമെന്ന് പറഞ്ഞേ, ഞാനിത് കർത്താവിൻ്റെ ശരീരവും രക്തവും ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഇത് ഭക്ഷിക്കുന്നതെന്ന് അവനവൻ ശോധന ചെയ്യണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? താങ്ക് യു. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. അങ്ങനെ ശോധന ചെയ്യാഞ്ഞാൽ, ഇനിയാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വരേണ്ടത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ, ലോർഡ്സ് ബോഡിയെ, കർത്താവിൻ്റെ ശരീരത്തെ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് യേശു ഉയർത്തിയ അപ്പത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിയാഞ്ഞാൽ, വിവേചിക്കാഞ്ഞാൽ എനിക്ക് ശിക്ഷാവിധി തിന്നുകയും റോമർ 8:1 യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? കർത്താവിൻ്റെ ശരീരവും രക്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കാത്തവൻ ലോകക്കാരനാണ്. ലോകക്കാരന് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. യേശു ക്രിസ്തുവിലുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. ഇത് എൻ്റെ പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിയുന്നവന് ശിക്ഷാവിധിയില്ല. തിരിച്ചറിയാത്തവന് യേശുവിൻ്റെ ശരീരവുമായി ബന്ധമില്ലാത്തവനാണ്, ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്തവനാണ്. യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ആ ശിക്ഷാവിധി ഇല്ലാത്ത, യേശുക്രിസ്തുവിൽ ഇല്ലാത്ത എല്ലാവർക്കും ശിക്ഷാവിധി ഉണ്ട്. ഇത് ഹേതുവായി വായിച്ചു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഏത് ഹേതുവായി? ഇറ്റ്സ് വെരി ക്ലിയർ. ഇപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലായി. ഏത് ഹേതുവായി? തിരിച്ചറിവില്ലാതെ, ഇത് എന്നതാണെന്ന് തിരിച്ചറിവില്ലാതെ ഭക്ഷിക്കുന്നതുകൊണ്ട് ഇത് ഹേതുവായി. ഫോർ ദിസ് കോസ്, ഈ റീസൺ, ഈ കാരണത്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ബലഹീനർ, വീക്ക്, സിക്ക്, ഡെഡ്. 3 കാര്യം പറയാം. വീക്കാകുന്ന പലരും, പിന്നെ സിക്കാകുന്ന പലരും, പിന്നെ അപ്പോയിന്റഡ് ടൈമിന് മുമ്പേ ഡെത്തും സംഭവിക്കുന്നു. കാരണം ഇതിനെ 3നെയും മാറ്റാൻ ശക്തിയുള്ളതാണ് തിരിച്ചറിയുന്നവനിൽ കർത്താവിൻ്റെ ശരീരം. ഹല്ലേലൂയ. കാരണം ബലഹീനതയ്ക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ശരീരം. രോഗത്തിന് വേണ്ടി തകർക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ശരീരം. അകാല മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തകർക്കപ്പെട്ടതാണ് യേശുവിൻ്റെ ശരീരം. പക്ഷേ ഇത് തിരിച്ചറിയുന്നവന് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഹല്ലേലൂയ. മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരം നല്ലതാണ്, വിശപ്പ് മാറുമോ, എടുത്ത് ഭക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ആ ശരീരത്തിൽ രോഗവും ശാപവും മരണവും യേശു വഹിച്ചു. പക്ഷെ എന്ന് ആ അറിവോടെ ഞാനത് ഭക്ഷിക്കുന്നു, അപ്പോഴാണ് എന്നിൽ നിന്ന് ഇത് മാറിപ്പോകുന്നേ. ഇനി ആ അറിവോടെ ഭക്ഷിച്ചില്ല എങ്കിൽ ഞാൻ എങ്ങനെ വന്നു അങ്ങനെ പോകും. ബലഹീനനായി വന്നു, ബലഹീനനായി പോകും. രോഗിയായി വന്നു, രോഗിയായി പോകുന്നു. അതവിടെ പറയുന്നത് ഫോർ ദിസ് കോസ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും ബലഹീനരും രോഗികളുമാകുന്നു. നിദ്ര കൊള്ളുന്നു. അപ്പം ബലഹീനം, രോഗം, നിദ്ര, ഇത് 3 കർത്താവിൻ്റെ ബാലശിക്ഷയാണെന്ന് പഠിപ്പിക്കുന്നവരാണ് കൂടുതലും. നോ, അതല്ല കർത്താവിൻ്റെ ബാലശിക്ഷ.
കർത്താവിൻ്റെ ബാലശിക്ഷ രോഗം വരുത്തലല്ല. കർത്താവിൻ്റെ ബാലശിക്ഷ ബലഹീനരാക്കുകയല്ല. കർത്താവിൻ്റെ ബാലശിക്ഷ മരിക്കാൻ നിശ്ചയിച്ച സമയത്തിന് മുമ്പേ നിങ്ങളെ കൊണ്ടുപോകുന്നതല്ല. നോ, അതല്ല കർത്താവിൻ്റെ ബാലശിക്ഷ. ഇത് കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കാത്തവർക്ക്, ഇതിനോട് ബന്ധപ്പെടാത്തവർക്ക് അവരെന്ത് സ്ഥിതി വന്നോ അതുപോലെ പോകും. അതല്ലാതെ അതിനപ്പുറത്തൊരു ആശയമില്ല. നിങ്ങൾ ദയവായി ആ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും. അപ്പൊ ഇവിടെ ഒരു ഈ കാരണങ്ങളാൽ എന്നല്ല, ഫോർ ദിസ് കോസ് എന്ന് പറയാൻ ഒരു കോസ് ഉണ്ട് അവിടെ. വാട്ട് ഈസ് ദാറ്റ് കോസ്? വിത്തൗട്ട് ഡിസേണിങ് ലോർഡ്സ് ബോഡി. കർത്താവിൻ്റെ ശരീരത്തെ ഫോർ ദിസ് കോസ് എന്ന കേസസ് അല്ല, കോസസ് അല്ല, പർട്ടിക്കുലർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഫോമിന്റെ ആശയം നിങ്ങൾ ഒരു കാരണമുണ്ട് അതിന്. ആ കാരണം ഇതാണ്. ശ്രദ്ധിക്കുന്നത് നിങ്ങൾ തന്നെ, ഒരു കാരണമുണ്ട്. ദയവായി നിങ്ങൾ വാക്യം നോക്കൂ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, ഇതാ കാരണം, ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. ഇവിടെ ഈ മേളി പോലെ നിങ്ങൾ ആ ഗ്രീക്ക് ടെർമിനോളജിയിൽ ആശയം ബോഡി 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 എന്ന പദം ഉപയോഗിച്ചെടുത്ത് ഗ്രീക്കിൽ രണ്ട് പദമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കർത്താവിൻ്റെ ബോഡിയെ കാണിക്കുന്നതും, രണ്ട് എൻ്റെ ബോഡിയെ കാണിക്കുന്നതും. എന്നോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, തന്നെത്താൻ ശോധന ചെയ്തോണം എന്നതാ. ഇത് കർത്താവിൻ്റെ ശരീരമാണെന്ന് അറിഞ്ഞാണോ ഞാൻ ഭക്ഷിക്കുന്നതെന്ന് അവനവൻ എന്ത് ചെയ്തോണം? തിരിച്ചറിഞ്ഞോണം. എന്നെ റിലേറ്റ് ചെയ്ത് അത് മാത്രമേ, ബാക്കി ഫുൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തെ റിലേറ്റ് ചെയ്താ. ഹല്ലേലൂയ, കർത്താവിൻ്റെ ശരീരത്തെ റിലേറ്റ് ചെയ്താ. സോ നോക്കിയേ, ഇനി നിങ്ങൾ ദൈവ താഴേക്ക് വന്നാട്ടെ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അടുത്ത വാക്ക്, നാം ദയവായി ശ്രദ്ധിക്കുക. നാം നമ്മെ തന്നെ വിധിച്ചാൽ. ഏത് കാര്യത്തിൽ? ഞാൻ കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞാണോ ഭക്ഷിക്കുന്നതെന്ന് ഞാൻ എന്നെ തന്നെ വിധിച്ചാൽ ദൈവത്താൽ വിധിക്കപ്പെടേണ്ടി വരികയില്ല. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ വിധിക്കേണ്ടത് ഏത് കാര്യത്തില്ല? ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണ്. വെദർ ഞാനിത് തിരിച്ചറിഞ്ഞിട്ടാണോ ഭക്ഷിക്കുന്നതെന്ന് ഞാൻ എന്നെ തന്നെ വിധിക്കണം. വിധിച്ചാൽ ആ വിധി വായിച്ചു തന്നെ വിധിക്കപ്പെടുന്നുവെങ്കിലോ ഓക്കെ, ഞാൻ വിധിക്കപ്പെട്ടു, ദൈവത്താൽ വിധിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. ദൈവം എന്നെ വിധിച്ചു. നോ 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 നോ, നീ ഇത് തിരിച്ചറിഞ്ഞിട്ടല്ല ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നത് കേട്ടോ. നീ ഇത് കപ്പ തിന്നുന്ന പോലെ അപ്പം തിന്നാൻ പോകുന്നത്. ഓക്കെ, നീ ചായ കുടിക്കുന്ന പോലെ ഇത് കഴിക്കാൻ പോകുന്നത്. ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് തിരിച്ചറിഞ്ഞല്ല നീ ഭക്ഷിക്കാൻ പോകുന്നതെന്ന് ദൈവം എന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നുവെങ്കിലോ, കർത്താവ് എന്നെ ലോകത്തോടുകൂടെ ശിക്ഷാവിധി വിടാതെ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഏതിലൂടെ? ഈ വിധിയിലൂടെ. അപ്പൊ ബാലശിക്ഷ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? കർത്താവിന്റെ വിധിയാണ്. ചേർന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. മേളി പറഞ്ഞ അല്ല ബാലശിക്ഷ. രോഗം, ക്ഷീണം, മരണം, വീക്ക്, സിക്ക്, ഡെഡ്, ഇതല്ല ബാലശിക്ഷ. വിധിക്കപ്പെടുന്നുവെങ്കിലോ, ദൈവത്താൽ വിധിക്കപ്പെടുന്നുവെങ്കിൽ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. വിധിക്കപ്പെടുന്നുവെങ്കിലോ. അപ്പം ഇവിടെ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് കേട്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യം കേൾക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഇതങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ആരായുക, പല വേർഷനുകൾ എടുത്ത് പഠിക്കുക, അതിൻ്റെ അകത്തെ ആശയത്തെ മനസ്സിലാക്കുക. കർത്താവിൻ്റെ തിരുമേശ ഇന്ന് സജുബ്രദർ രാവിലെ ഇവിടെ പറയുമായിരുന്നു, ഇത് കരഞ്ഞു കൂവി വിലാപയാത്ര നടത്താനുള്ള സാധനം അല്ലിത്. കാരണം അവിടെ ആ രോഗവും ശാപവും നിന്നയും സകലതും മാറിയത്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് കരച്ചിലും പിടിച്ചില്ലുക. അവിടെയാണ് നിങ്ങൾക്ക് ആനന്ദം വരേണ്ടിയത്. കർത്താവേ, ആ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. യേശുവേ, ആ രക്തം എനിക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ശാപത്തിൻ്റെ കീഴിലായനെ. സോ അങ്ങ് ക്രൂശിൽ നടത്തിയ ആ ദിവ്യ ബലിയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഇനി ഇവിടെ ആ വിധി എന്ന ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ ഒരാളെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇതൊന്ന് വിശദീകരിക്കാം. ജേസൺ വേണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് പോരാം. ഞാൻ ഒരാളെ നിർത്തിക്കൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് വിശദീകരിക്കാം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വ്യക്തി ഒരാളെ റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ വിഷയം. കൊരിന്ത സഭയിലെ അംഗമാണ് ഇയാൾ. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ജേസൺ. കൊരിന്തിലെ പേര് പറയടോ.
അപ്പല്ലോസ് ഇരിക്കട്ടെ. അപ്പല്ലോസ് എന്ന പേര്, ബ്രദർ അപ്പല്ലോസ് കൊരിന്ത് സഭയിലെ ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. പൊതുവിൽ പറയണ്ട, നിങ്ങളായിട്ട് ആരോടും പറയണ്ട, വളരെ രഹസ്യമായിട്ട് പറയും. ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. ഇദ്ദേഹം ഭാര്യയും കൂടെ മീറ്റിങ്ങിന് വരുമ്പോൾ ഇവരെല്ലാവർക്കും വേണ്ടി ഫെലോഷിപ്പ് തീരുന്നൊന്നും കാത്തിരിക്കത്തില്ല. ഇവരുടെ കയ്യിൽ കുറച്ച് സാധനമൊക്കെ ഉണ്ടാവും. ആർക്കും കാത്തിരിക്കത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നത് കഴിച്ചു വീട്ടിൽ പോകും. സ്ഥിരം ഇതാ പരിപാടി. അതായിട്ടിരിക്കുക. എന്തിയേ? അതെ, പ്രസ്കില്ല അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും നിങ്ങളായിട്ട് ആരോടും പറയണ്ട, ഇത് ഇവരുടെ പരിപാടിയാണ്. മീറ്റിങ്ങിന് വരും. കർത്താവിൻ്റെ മേശകളൊന്നും കാത്തിരിക്കത്തില്ല. ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഇവർ ന്യൂട്രലിൽ ആർക്കും വേണ്ടിയും കാത്തിരിക്കത്തില്ല. വീട്ടിൽ കപ്പയും ചപ്പാത്തിയൊക്കെ തിന്നുന്ന പോലെ ഇത് വന്ന് നിന്നിട്ട് രണ്ടും കൂടെ പോകും. അപ്പോൾ ഇത് പൗലോസ് അറിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വേറെ കുറേ പേര് കൂട്ടിയിരിക്കുക. അവിടെ അവനെ ഇപ്പം കൂട്ടിയിരിക്കുക, ഇവരുടെ കൂട്ടെ ജെയ്സൻ്റെ കൂടെ അവരെയും കൂട്ടിയിരിക്കുക, അപ്പല്ലോസിൻ്റെ കൂടെ അവരെയും കൂട്ടിയിരിക്കുക. ആ പുള്ളിക്കാരി അവിടെ ആരെയൊക്കെയോ കൂട്ടി വെച്ചിരിക്കുക. ഇവരെല്ലാവരും കൂടെ ഇപ്പം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ തുച്ഛീകരിക്കുകയാണ്. ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള സ്പർദ്ധ ഇവിടെ ജനിപ്പിക്കുകയാണ്. കാത്തിരിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. സോ പൗലോസ് ലേഖനം എഴുതുകയാണ്, നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ കർമ്മം ശരിയല്ല. ഇത് കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കേണ്ടതാണ്. അപ്പം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ വെച്ചിരിക്കുന്ന അപ്പം ഇത് കർത്താവിൻ്റെ ശരീരമെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതിൽ നിന്ന് ഭാഗവാക്കാകാൻ. ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണോ ഞാനിതിൽ നിന്ന് ഭക്ഷിക്കുന്നതെന്ന് തന്നെത്താൻ ശോധന ചെയ്യണം. അപ്പല്ലോസ് എന്ന് പറയുന്ന വ്യക്തി തന്നെത്തന്നെ ശോധന ചെയ്യണം. ഞാൻ കർത്താവിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞാണോ ഭക്ഷിക്കുന്നതെന്ന് വ്യക്തിപരമായി ശോധന ചെയ്യണം. ഹല്ലേലൂയ. എന്താ ശോധന ചെയ്യണ്ടേ? ഞാൻ കർത്താവിൻ്റെ ശരീരമാണോ ഭക്ഷിക്കുന്നത് എന്ന് ആ തിരിച്ചറിവോടെയാണോ ഞാനിതിലേക്ക് കൈനീട്ടുന്നതെന്ന് വ്യക്തിപരമായി ഞാൻ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ആ ശോധന ചെയ്യുകയിൽ ദൈവം എന്നെ വിധിക്കുകയാണ്. ജെയ്സനെ, അപ്പല്ലോസ്, നീ ചെയ്യുന്നത് ശരിയല്ല, നീ കർത്താവിൻ്റെ ശരീരമായിട്ടല്ല ഇതിനെ കാണുന്നത് എന്ന് ദൈവം എന്നെ വിധിക്കുന്നുവെങ്കിൽ ആ വിധി കർത്താവിൻ്റെ ബാലശിക്ഷയാണ്. ദൈവം എന്നെ കറക്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തിനാ ദൈവം എന്നെ കറക്റ്റ് ചെയ്യുന്നേ? ലോകത്തോടുകൂടെ ശിക്ഷാവിധി. അപ്പൊ ഇവിടെ ലോകത്തിന് ശിക്ഷാവിധി, ദൈവമക്കൾക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഈ തിരിച്ചറിവില്ലാത്തവൻ ലോകക്കാരനാ. ഹല്ലേലൂയ. ഏത് തിരിച്ചറിവ്? എൻ്റെ പാപത്തിനു വേണ്ടി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു, എൻ്റെ പാപത്തിനു വേണ്ടി യേശുവിൻ്റെ രക്തം ഒഴിക്കപ്പെട്ടു എന്ന തിരിച്ചറിവില്ലാത്തവൻ ലോകക്കാരനാ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. ഈ വ്യക്തി അവരുടെ കൂടെ ആകാതിരിക്കേണ്ടതിന്, അങ്ങോട്ട് പോണ്ട, ലോകക്കാരുടെ കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ബാലശിക്ഷ കഴിക്കുക. എവിടെയാ ബാലശിക്ഷ? അകത്താ ബാലശിക്ഷ. കാരണം ആത്മാക്കളുടെ ഉടമസ്ഥൻ, ഞാൻ ഇന്നലെ പറഞ്ഞു, ജഡിക പിതാക്കന്മാർ ജഡത്തിൽ ശിക്ഷിച്ചപ്പം ആത്മാക്കളുടെ ഉടമസ്ഥനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി. എങ്ങനെയാ ഉള്ളിൽ ശിക്ഷ നടത്തുന്നേ? വിധിക്കുക എന്നെ. നോ 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 ദിസ് ഇസ് നോട്ട് ദ ടൈം. യു ഡോണ്ട് ഡിസേൺ ദിസ്. നീ ഇതിനെ തിരിച്ചറിഞ്ഞില്ല. യു ഹാവ് ടു ഡിസേൺ. നീ തിരിച്ചറിഞ്ഞിട്ടേ ഭക്ഷിക്കാവുള്ളൂ. ഈ കർത്താവിൻ്റെ ദണ്ഡനം, ഈ കർത്താവിൻ്റെ എൻ്റെ ഹൃദയത്തോട് സംവാദിക്കുന്ന സംവാദം, പ്രതിവാദം, ഈ പ്രതിവാദമാണ് കർത്താവിൻ്റെ ബാലശിക്ഷ. അതവിടെ നിങ്ങൾ പറയാം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനമാകുന്നു, അനേകർ നിദ്രകൊള്ളും. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയല്ല. ദൈവം വിധിക്കേണ്ട ആവശ്യം വരികയില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ. ഇനി ദൈവം വിധിക്കേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ്. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാതിരിക്കുമ്പോൾ ദൈവം ഈ തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവരിക. അങ്ങനെ ദൈവം തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക പദ്ധതിയാണ് ചാസ്റ്റൈസ്മെൻറ്റ്. കർത്താവിൻ്റെ പദ്ധതിയാണ് ബാലശിക്ഷ. ഈ മകനോട് ദൈവം മനസ്സിനോട് സമ്പാദിക്കുകയാണ്. ഇല്ല, നീ തിരിച്ചറിഞ്ഞിട്ടല്ല ഇത് ഭക്ഷിക്കുന്നേ, നീ തിരിച്ചറിവോടെ ഇതിൽ നിന്ന് ഭക്ഷിക്കാവൂ എന്ന ആ ദൈവത്തിൻ്റെ വാദമാണ് ബാലശിക്ഷ. എന്താണ് ആ വാദത്തിൻ്റെ പിന്നിലെ ചേതോവികാരം? ദൈവത്തിന് നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം എൻ്റെ മനസ്സിനോട് സംസാരിക്കുക. നോ 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 ഇത് തിരിച്ചറിഞ്ഞ് ഭക്ഷിച്ച് നീ രക്ഷാവിധിയിൽ തുടരണം. ശിക്ഷാവിധി പോകേണ്ട ആളല്ല. നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ആ കർത്താവിൻ്റെ ബാലശിക്ഷയാണ് നമ്മുടെ മനസ്സിനോട് സമ്പാദിക്കുന്ന വാദം. എന്താ വാദം? നീ ഇത് തിരിച്ചറിവില്ലാതെയാ ഭക്ഷിക്കുന്നേ. യു ഹാവ് ടു ഡിസേൺ ലോർഡ്സ് ബോഡി. നീ കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിയണം. എന്തിനാ അത് പറയുന്നേ? തിരിച്ചറിവോടെ ഭക്ഷിച്ചാൽ ഇതിനകത്തുള്ളത് നിന്നിൽ വ്യാപരിപ്പാൻ തുടങ്ങും.
ഇതിനകത്തുള്ളത് നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങുക. എന്താ ഇതിനകത്തുള്ളത്? ഇതിനകത്ത് ബലഹീനത മാറും. കാരണം ഈ ശരീരത്തിലാണ് മുഴുവൻ ബലഹീനതയും വഹിച്ചത്. എത്ര പേര് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഇതിനകത്ത് മരണങ്ങൾ, അകാല മരണങ്ങൾ, അപ്പോയിന്റഡ് ടൈമിന് മുമ്പുള്ള ഡെത്തുകൾ മാറിപ്പോകും. കാരണം ഈ ശരീരത്തിലാണ് മുഴുവൻ ശാപവും യേശു ചുമന്നത്. ഹല്ലേലൂയ. ഈ ശരീരത്തിലാണ് രോഗം വഹിച്ചത്. നിങ്ങൾക്ക് ആ വചനം അറിയാമെങ്കിൽ എന്നോട് ചേർന്ന് പറഞ്ഞു, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരേണ്ടതിന് നമ്മുടെ അവിടുത്തെ ശരീരത്തിൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു. കരങ്ങൾ ഉയർത്തി പറയുക, യേശു അവിടുത്തെ ശരീരത്തിൽ എൻ്റെ രോഗം വഹിച്ചു. ഹല്ലേലൂയ. ഇന്നെന്താ വേണ്ടതെന്ന് അറിയാമോ? യേശു അവിടുത്തെ ശരീരത്തിൽ എൻ്റെ രോഗം വഹിച്ചു എന്ന് അറിഞ്ഞ് ആ ശരീരത്തിൽ ഞാൻ കൈവെക്കുകയാണ്. ആ ശരീരത്തിൽ ഞാൻ ഭാഗവാക്കാവുകയാണ്. എന്തെല്ലാം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചോ എന്ന തിരിച്ചറിവിൽ ആ ശരീരത്തിൽ ഞാൻ ഭാഗവാക്കാകുമ്പോൾ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളാകുമെന്നല്ല, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും സൗഖ്യമാകും. ഓ, എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ആ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ഓരോ മിനിറ്റിലും നിങ്ങളുടെ ബലഹീനതകൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ബലഹീനതകൾക്ക് വേണ്ടി തകർക്കപ്പെട്ട തിരുശരീരമാണ് യേശുവിൻ്റെ ശരീരം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മേശപ്പുറത്ത് അപ്പം ഇരിക്കുമ്പം ഉപ്പുർഷുമ എന്ന് പറയും. ഉപ്പുർഷുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം? ഉപ്പുർഷുമ കേട്ടിട്ടുണ്ടോ? ഉപ്പുർഷുമ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപ്പം ഇരിക്കുന്ന അപ്പത്തിന് മുമ്പിലോട്ട് വരുമ്പോൾ എന്ന് പറയും. ഒറ്റ മിനിറ്റത്തേക്ക് ഒരു മാനസാന്തരം. വേറൊരു മിനിറ്റത്തേക്കും ഇല്ല. അപ്പം അവിടെ ഇരിക്കുന്നു, ആ ടേബിളിന് മുകളിൽ ആ വൈറ്റ് തുണി പോക്കുന്നു, അല്ലെങ്കിൽ അത് പുരോഹിതൻ ശുശ്രൂഷകൻ അത് കൊണ്ടിരുന്ന് പെട്ടെന്ന് ഹല്ലേലൂയ. ഈ അപ്പത്തിന് മുമ്പിലുള്ള ഈ ഞെട്ടിപ്പരട്ടി എടുക്കലുണ്ടല്ലോ, ഇതല്ല യഥാർത്ഥ മാനസാന്തരം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് അതങ്ങോട്ട് ആ അപ്പത്തിന് മുമ്പ് വെച്ച് അത് പറയുന്നതോടെ നമ്മളങ്ങ് റെഡി ആയെന്നാ. നോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ അപ്പത്തിന് മുമ്പിലുള്ള എൻ്റെ തൊട്ടുപരട്ടല്ല പ്രിയരെ യഥാർത്ഥ മാനസാന്തരം. ആ അപ്പം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ മാനസാന്തരം. ഓ, ആ രക്തം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടു എന്ന ആ തിരിച്ചറിവാണ് യഥാർത്ഥ മാനസാന്തരം. അതല്ലാതെ അപ്പം കൊണ്ടുവരുമ്പോൾ ഒരു നിമിഷത്തേക്ക് കർത്താവെ കാര്യമൊക്കെ അറിയാലോ, പെട്ടെന്ന് സമയമൊന്നും കിട്ടിയില്ല, ഇന്നലെ ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ ഒക്കെ കൊണ്ടിരുന്നു, ഇപ്പം പെട്ടെന്ന് എന്നാ പിടിച്ചോ. ഇതല്ല മാനസാന്തരം. നോ, ഇതല്ല അവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഹലോ, ഏത് വചനാടിസ്ഥാനത്തിലാണ് അപ്പം വരുമ്പം മാനസാന്തരപ്പെടണമെന്ന് തെളിയിക്കുന്നേ? ഹലോ, അപ്പം വരുമ്പം മാനസാന്തരം. കർത്താവായ യേശു ഈ ശുശ്രൂഷ നടത്തിയ സമയത്ത് പെസഹായുടെ നാളിൽ അപ്പം എടുത്തിട്ട് യൂദായോട് മാനസാന്തരപ്പെടാനല്ല പറഞ്ഞേ. യൂദായെ, ഞാൻ പൊക്കി പിടിച്ചിരിക്കുന്ന അപ്പം കണ്ടോ, നീ ചില മിനിറ്റുകൾക്ക് ശേഷം എന്നെ തള്ളിപ്പറയാൻ പോവുക, പെട്ടെന്ന് മാനസാന്തരപ്പെട്ടോ എന്നല്ല പറഞ്ഞേ. നോ, അവൻ ചെയ്യാൻ പോകുന്ന പാപത്തിന്, അവൻ ചെയ്തു കഴിഞ്ഞ പാപത്തിന്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനും വേണ്ടി തകർക്കപ്പെട്ട ശരീരമായത്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, ഈ ബാലശിക്ഷ എത്ര പേര് അനുഭവിക്കാൻ വിൽഫുള്ളി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഇവിടെ ഈ കർത്തൃമേശ എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല പ്രിയമുള്ളവരെ, കർത്താവേ, ഞാൻ എൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമേ, ഇങ്ങനെ ഒരാശയത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവമേ, ഞാൻ പുറമേ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഉള്ളറിയുന്ന ദൈവമേ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലെ ആ വിഷയത്തെ എനിക്ക് ക്രമീകരിക്കാൻ പറ്റുന്നില്ല. ആ ക്രമീകരിക്കാൻ പറ്റാത്ത വിഷയത്തെ എൻ്റെ ഹൃദയത്തോട് വാദിച്ച് എന്നെ വിധിച്ച് അതിലെന്നെ രൂപാന്തരപ്പെടുത്താൻ നിങ്ങൾ ദൈവത്തെ അനുവദിക്കുന്നതാണ് കർത്താവിൻ്റെ ബാലശിക്ഷയ്ക്കുള്ള നിങ്ങളുടെ വിധേയത്വം. എത്ര പേരതിന് തയ്യാറാവും? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഏത് ശിക്ഷയ്ക്കും അതിനൊരു പെയിൻ ഉണ്ട്. പക്ഷേ ആ പെയിൻ കൊണ്ട് അവസാനിക്കുന്നതല്ല, അതൊരു വലിയ ഗെയിനിലേക്ക് വഴിമാറുകയാണ്. ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും അറിയണമേ, നിങ്ങളുടെ വീടുകളിൽ, ഞാൻ പണ്ട് പറഞ്ഞത് പിന്നെ എനിക്ക് ആവർത്തിച്ച് പറയുവാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ വീടുകളിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന്
തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന് തിരിച്ചറിഞ്ഞ് അപ്പവീഞ്ഞുകളിൽ നിന്ന് ഈ നാളുകളിൽ ഭക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. തിരിച്ചറിവുള്ള അപ്പനും അമ്മയും മക്കളും ചേർന്ന് അത് വീടുകളിൽ നുറുക്കാൻ തയ്യാറാകണം. 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തു വന്നിരുന്ന ഒരു വലിയ ക്രമം എന്തുകൊണ്ടോ ഇന്ന് ചെയ്യാനായിട്ട് ആൾക്കാർ ധൈര്യപ്പെടുന്നില്ല. പക്ഷെ അത് അവരുടെ സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഹെൽത്തിൻ്റെ റീസൺ അതായിരുന്നു. അവർ ബലഹീനരില്ലായിരുന്നതിൻ്റെ റീസൺ ഇതായിരുന്നു. അവർ ദേവാലയത്തെ ദിനം പ്രതി കൂടി വീട്ടിൽ അപ്പം നുറുക്കി. ഒന്ന് ചേർന്ന് പറഞ്ഞു, വീട്ടിൽ അപ്പം നുറുക്കി ഹൃദയ പരമാർത്ഥതയോടെ ഭക്ഷണം കഴിച്ചു. സർവ്വജനത്തിൻ്റെയും കൃപ അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് ആ ഒരു റിലീജിയൻ ആയപ്പോൾ പറഞ്ഞു, ഇതിന് പ്രത്യേക സ്ഥലം വേണം, ഇതിന് പ്രത്യേക ആൾ വേണം, എല്ലാവർക്കും ഇത് ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങൾ കുറച്ച് പേരെ ഇത് ഏൽപ്പിച്ചിട്ടുള്ളൂ. നോ, തിരിച്ചറിവുള്ള ആർക്കും ഇതിൽ നിന്ന് ഭക്ഷിക്കാം. ഹല്ലേലൂയ. തിരിച്ചറിവുള്ള ആർക്കും ഇതിൽ നിന്ന് കൊടുക്കാം. ഒരൊറ്റ യോഗ്യതയാണ് ഇവിടെ വചനം നിരത്തുന്ന യോഗ്യത. നീ മുങ്ങിയോ, നീ പൊങ്ങിയോ, നിന്നെ തളിച്ചോ, നിന്നെ കുളിപ്പിച്ചോ, നീ കമ്മലൂരിയോ, നീ മാല ഊരിയോ, നീ വെളുത്തതോ, നീ ഇതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും വിവേചിക്കുക. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും വിവേചിക്കുക. സ്നാനം എൻ്റെ നല്ല മനസാക്ഷിയുടെ അംഗീകാരമാണ്. യേശു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പ്രകടവും പ്രത്യക്ഷവുമായി സമൂഹത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞ പ്രഖ്യാപനമാണ് സ്നാനം. പക്ഷെ സ്നാനപ്പെടാൻ വേണ്ടി, അല്ലെ കർത്തൃമേശ പങ്കാളിയാകാൻ വേണ്ടി, തിരുശരീരത്തിനും തിരുരക്തത്തിൽ നിന്നും ഭാഗവാക്കാകാൻ വേണ്ടി ആരും സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സ്നാനം എന്ന ഉപദേശ സംഹിത തെളിയിക്കുന്നതിന് മുമ്പ്, പഠിപ്പിക്കുന്നതിന് മുമ്പാണ് കർത്താവ് ഇത് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണ്. ഇതിനുവേണ്ടി ആരെങ്കിലും കമ്മലും മാല ഊരണ മോതിരം ഇട്ടു, അതുകൊണ്ട് ഞങ്ങളിത് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവർ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നുമാണ് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത്. ആ ബ്രദർ ഇട്ടിരിക്കുന്ന ഷർട്ട് ചുമപ്പാണ്, ഒരു തരത്തിലും പറ്റത്തില്ല, കാരണം രക്തത്തിൻ്റെ അതേ കളറാണ്. Come on. Hallelujah. It's all foolishness. ഹല്ലേലൂയ. അതല്ല, കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നൊരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് കർത്താവല്ല. കർത്താവിൻ്റെ ആഗ്രഹം അതാ, എല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിലേക്ക് വരണമെന്നാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ആരെങ്കിലും മാറ്റി ആരെങ്കിലും നിർത്തുന്നെങ്കിൽ അത് കർത്താവിൻ്റെ പരിപാടിയല്ല, അത് പിശാചിൻ്റെ പരിപാടിയാണ്. കാരണം യേശുവിൻ്റെ ശരീരത്തിൽ ഭാഗവാക്കാകുന്നവന് ഡിവൈൻ ഹെൽത്ത് ഉണ്ട്, ദിവ്യ ആരോഗ്യമുണ്ട്, സമൃദ്ധമായ ജീവനുണ്ട്. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് ആരാധന കൊടുക്കാൻ തുടങ്ങുകയും, കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് ആരാധന കൊടുക്കാൻ തുടങ്ങുകയും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ലോകമെമ്പാടും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ വിശദീകരിച്ച ഈ ആശയങ്ങൾ കൊണ്ട് വീടുകളിൽ ചെയ്യുവാൻ തുടങ്ങി. ഫെലോഷിപ്പുകൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ ഓൺലൈനായിട്ട് ആൾക്കാർ ശുശ്രൂഷ വീക്ഷിച്ച് അവരുടെ വീടുകളിൽ അവർ കൂടി വരുന്ന ഗ്യാതറിങ്ങുകൾ വീട്ടു സഭകളിൽ ചെയ്യുവാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. പല പല സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേട്ടു തുടങ്ങി. അത് വേറൊന്നുമല്ല ബ്രദറെ, ഹല്ലേലൂയ, ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം തിരിച്ചറിവോടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അതിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ നാളുകളായി ഞങ്ങളുടെ വീട്ടിൽ കയറി വ്യാപരിച്ചുകൊണ്ടിരുന്ന രോഗം ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. ബലഹീനരായിരുന്നു, ബലഹീനത മാറിപ്പോയി. ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു സഹോദരി ആഫ്രിക്കയിലെ സ്ഥലത്തുനിന്ന്, ജോഹന്നാൻസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ ശുശ്രൂഷകൾ ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ലൈവായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി TV എന്ന വെബ്സൈറ്റിലൂടെ നടക്കുന്ന ശുശ്രൂഷ ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം ജോഹന്നാൻസ്ബർഗിൽ നിന്ന് ജെസ്സി എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കണമേ. അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, ഒരു തരത്തിലും സൗഖ്യമാകുവാൻ വഴിയില്ല, ആരുമില്ല അവളുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ ആ സ്ഥലത്ത്. അവളായിരിക്കുന്ന ആ കോർണറിൽ യേശുവിനെ വിളിക്കുന്ന ഒരാളെ പോലും അവൾക്ക് പരിചയമില്ല. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവളുടെ വീട്ടിൽ അപ്പം മേടിക്കുവാൻ തയ്യാറായി, അവളുടെ വീട്ടിൽ പാനപാത്രം ഒരുക്കുവാൻ തയ്യാറായി. അവൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇതെൻ്റെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും വേണ്ടിയും തകർക്കപ്പെട്ട തിരുശരീരവും തിരുരക്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതിനെ തിരിച്ചറിയുന്നു. ഇതിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുകയും ഇതിൽ നിന്ന് ഞാൻ കുടിക്കുകയും ചെയ്യുമ്പോൾ ആ തിരിച്ചറിവിനകത്ത്, അടിപ്പിണരാലുള്ള സൗഖ്യത്തിൻ്റെ തിരിച്ചറിവിനകത്ത് എനിക്ക് വിടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. സഹോദരി ജെസ്സിയുടെ സാക്ഷ്യം മെഡിക്കൽ റിപ്പോർട്ടോടുകൂടെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആ സാക്ഷ്യം വേറൊന്നുമല്ല, തിരുശരീരത്തിനും തിരുരക്തത്തിൽ നിന്നും തിരിച്ചറിവോടെ ഭക്ഷിച്ചപ്പോൾ ആ മകളുടെ മേൽ കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം വസ്തുമാറ്റം സംഭവിച്ചില്ല, പക്ഷെ അപ്പത്തിൻ്റെ ഓർമ്മ വസ്തുതകളെ മാറ്റിമറിച്ചു. എത്ര പേർക്ക് മനസ്സിലായി?
മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ആ അപ്പത്തിന് വസ്തുമാറ്റം സംഭവിച്ചില്ല, പക്ഷേ അപ്പത്തിന്റെ ഓർമ്മ എന്താണ് അപ്പം എന്ന തിരിച്ചറിവ് അവളിൽ അത്ഭുതം കൊണ്ടുവരാനായിട്ട് ജോഹന്നാസ്ബർഗിലെ ഡോക്ടർ സാക്ഷീകരിച്ച ആ സാക്ഷ്യത്തിന്റെ പേപ്പർ അറ്റാച്ച് ചെയ്ത് അവൾ അയച്ചു തന്നു. ആ ശരീരത്തിൽ ബ്ലഡ് ക്യാൻസറിന്റെ അംശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജോഹന്നാസ്ബർഗിലെ ഒരു ജെസ്സിക്ക് മാത്രം സംഭവിച്ച സാക്ഷ്യങ്ങളല്ല. എത്ര 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 പ്രിയപ്പെട്ടവർ, നിങ്ങൾ ബലഹീനരാകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് കർത്താവിന്റെ ശരീരത്തെയാണ്. നിങ്ങൾ ബലഹീനരാകുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് മെഡിക്കൽ ടാബ്ലറ്റിനെ അല്ല. നിങ്ങൾ ബലഹീനരാകുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് എവിടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്നല്ല, എവിടെ കർത്താവിന്റെ ശരീരമുണ്ടെന്നാണ്. ആ ശരീരത്തിലാണ് ശാപവും രോഗവും സകലവും യേശു വഹിച്ചത്. എത്ര പേര് കരമടിച്ച് യേശുവേ എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങും? ഈ നാളുകളിൽ വ്യക്തികൾ അത് ചെയ്യാൻ തുടങ്ങട്ടെ, കുടുംബങ്ങൾ അത് ചെയ്യാൻ തുടങ്ങട്ടെ. തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങളെ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കാട്ടെ. കാരണം തിരിച്ചറിവോടെ ഭക്ഷിക്കുമ്പോഴാണ് ഇതിന് പ്രാധാന്യമുണ്ടാകുന്നത്. തിരിച്ചറിവോടെ ഭക്ഷിക്കുമ്പോഴാണ്, തിരിച്ചറിവോടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ വിവേചിക്കേണ്ടിയിരിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരമാണ് ഞാൻ ഭക്ഷിക്കുന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവിൽ എത്തിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ ആ തിരിച്ചറിവിന് വേണ്ടി വരട്ടെ. ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന സിസ്റ്റം ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. തിരിച്ചറിവിൻ്റെ പ്രായമാകുമ്പോൾ ആദ്യമായിട്ട് അവർക്ക് കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിൽ നിന്നും ഭാഗവാക്കാകുന്നത് ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന അർത്ഥം കൊണ്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. സോ ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, ഈ നാളുകളിൽ ദൈവമക്കളെ നിങ്ങൾക്കിത് മിസ്സാകരുത്. ഇത് മിസ്സാകരുത്. ദിസ് ഈസ് പവർഫുൾ. ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ആവേശത്തോടെ ഇത് പറയില്ല. ദിസ് ഈസ് പവർഫുൾ. വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പല പല അത്ഭുതങ്ങൾ മിക്കവാറും നടന്നിട്ടുള്ളത് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും തിരിച്ചറിവോടെ ഭക്ഷിച്ചപ്പോഴാണ്. ബലഹീനതകൾ മാറിപ്പോയ നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഇത് വ്യക്തിപരമായിട്ടുണ്ട്. ഇന്ന് ഇത് തിരിച്ചറിയുക. എന്താണെന്നറിയാമോ? ഈ ബാലശിക്ഷയും കൂടെ ഇത് ഒരു 5th പോയിന്റ് എന്ന പോലെ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഒരു 5th പോയിന്റായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. കാരണം ലാസ്റ്റ് നൈറ്റിൽ കൂടുതൽ സമയം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ എവിടെയും വേർതിരിക്കുന്നതുകൊണ്ട് ഞാനിത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആ 5th പോയിന്റ് ഇതാണ്: കർത്താവിൻ്റെ സംവാദമാണ് ബാലശിക്ഷ, കർത്താവ് ഹൃദയത്തോട് വാദിക്കുന്നതാണ് ബാലശിക്ഷ, കർത്താവിനെ തിരുത്തുന്നതാണ് ബാലശിക്ഷ, കർത്താവിനെ ശാസിക്കുന്നതാണ് ബാലശിക്ഷ, ഇപ്പോഴിതാ കർത്താവിനെ വിധിക്കുന്നതാണ് ബാലശിക്ഷ. യേശു എന്നെ വിധിക്കുന്നതാണ് ബാലശിക്ഷ. യേശു എൻ്റെ ഹൃദയത്തോട് സമ്പാദിക്കുകയാണ്. എടാ, നീ ലോകക്കാരനെ പോലെ തിരിച്ചറിവില്ലാതെ ഇത് ഭക്ഷിക്കരുത്. ലോകത്തോടു കൂടെ നീ ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. കാരണം നീ എൻ്റെ മുത്ത, നീ എൻ്റെ പ്രിയ മകനാ. നീ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. അകപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഈ വിധിയിലൂടെ എൻ്റെ ബാലശിക്ഷ കഴിക്കുകയാണ്. ആ വിധി നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ ആണെന്ന് പറഞ്ഞ ദൈവം അല്ലെന്ന് പറയുക. നമ്മൾ വലിയ വകുപ്പൊക്കെ അടിച്ച് അങ്ങോട്ട് ചെല്ലുന്നത്, കർത്താവ് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് ഭക്ഷിക്കുന്നത്, നിനക്കറിയാലോ. അതിന് കർത്താവ് പറയാം, ചുമ്മാതാ, നീ പുറമെ കാണിക്കുന്ന ഈ മുഖവും ആ ശബ്ദവും ഒക്കെ അല്ലാതെ ഇതൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ടല്ല നീ ഭക്ഷിക്കുന്നത്. യു ഹാവ് ടു ഡിസേൺ. നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ഭക്ഷിക്കണം എന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തോട് വാദിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശു ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ കർത്താവ് തൻ്റെ ബാലശിക്ഷ കഴിക്കുകയാണ്. എത്ര പേർക്ക് ആ കർത്താവിൻ്റെ വിധിയെ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്? താങ്ക് യു ജീസസ്. എത്ര പേര് പറയും, കർത്താവേ എന്നെ ആ വിധിക്ക് വിധേയപ്പെടുത്തുകയാണ് ഞാൻ? ഒന്ന് കരമുയർത്തി പറയാൻ താല്പര്യപ്പെടുന്നവരൊന്ന് പറഞ്ഞ്, യേശുവേ അങ്ങയുടെ വിധിക്ക് ഞാൻ എന്നെ വിധേയപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടരുത് എന്ന ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ കർത്താവിന്. അതുകൊണ്ടാണ് കർത്താവിനെ വിധിക്കുന്നത്. ഞാൻ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കണം എന്ന ആഗ്രഹം കർത്താവിനാണുള്ളത്. അതുകൊണ്ടാണ് കർത്താവിനെ വിധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം എടുത്തുയർത്തുമ്പോൾ ശുശ്രൂഷകർ പറയാൻ തുടങ്ങട്ടെ, ഇത് നിങ്ങളുടെ പാപം ഓർക്കാനുള്ള സമയമല്ല, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുശരീരത്തെയും തിരുരക്തത്തെയും ഓർക്കേണ്ടിയ സമയമാണ്. ഇത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെട്ട തിരുശരീരവും തിരുരക്തവുമാണെന്ന് പറയാൻ തുടങ്ങട്ടെ. ആ ബാലശിക്ഷ ആരംഭിക്കട്ടെ. ദൈവമേ, വിൽഫുള്ളി ആ വിധി, ആ ജഡ്ജ്മെന്റ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കാരണം ഞങ്ങൾക്ക് കണ്ടംനേഷനിലേക്ക് പോകണ്ട. എത്ര പേരത് പറയും? ഹല്ലേലൂയ. ചാസ്റ്റൈസ്മെന്റ് അല്ല കണ്ടംനേഷൻ. കണ്ടംനേഷൻ ലോകത്തിനാണ് എങ്കിൽ ചാസ്റ്റൈസ്മെന്റ് ദൈവ മക്കൾക്കാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലിടയന്മാരത്രേ. കൗലിടയ എന്ന വാക്കിൻ്റെ അർത്ഥം വേശ്യാപുത്രന്മാരത്രേ, ബാസ്റ്റാർഡ്സ് അത്രേ, അപ്പനാരാന്ന് അറിയത്തില്ലാത്തവരത്രേ. എന്നാൽ നിങ്ങൾക്ക് ബാലശിക്ഷയുണ്ടെങ്കിൽ ഓർത്തോ, അപ്പൻ മകനോട് സംവാദിക്കുന്ന സംവാദമാണത്, പ്രതിവാദമാണത്, ഹൃദയത്തോട് ഇടപെടുന്ന ഇടപെടലാണിത്. അപ്പനും മകനും തമ്മിലുള്ള ഇടപാടാണ്. അതിൻ്റെ അകത്ത് വേറെ ആരുമില്ല.
അതിൻ്റെ അകത്ത് വേറെ ആരുമില്ല. ദൈവം നിങ്ങളെ തിരുത്തുകയാണ്. നീ തിരിച്ചറിഞ്ഞല്ല ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവം എന്നെ കറക്റ്റ് ചെയ്യുകയാണ്. യു ഹാവ് ടു ഡിസേൺ. നീ തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കണം. കാരണം തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കുന്നുവെങ്കിൽ നീ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടത്തില്ല, എന്നോടുകൂടെ രക്ഷാവിധിയിൽ അകപ്പെടും. എത്ര പേർക്ക് ശിക്ഷാവിധി വേണം? എത്ര പേർക്ക് രക്ഷാവിധി വേണം? ഹല്ലേലൂയ. സോ ഇവിടെയും എല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ബാലശിക്ഷ, ശിക്ഷാവിധിയിലേക്ക് പോകാതിരിപ്പാൻ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ശാസനയായി, യേശുവിൻ്റെ ശിക്ഷണമായി നമ്മുടെ മനസ്സോട് വാദിക്കുന്ന ദൈവിക ശബ്ദമായി നിലകൊള്ളുന്നു. അതിനെ വിൽഫുള്ളി, ഹൃദയംഗമായിട്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറായാട്ടെ. എല്ലാ കരങ്ങളും ഒരു നിമിഷം ഉയർത്തിക്കാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തിക്കാട്ടെ. എവ്രിബഡി 2 കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഇങ്ങനെ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, യേശുവേ, യേശുവേ. വായി തുറന്നൊന്ന് പറഞ്ഞേ, യേശുവേ. ഹല്ലേലൂയ. ആ വിധി ഞാൻ സ്വീകരിക്കുന്നു നാഥ. ദൈവമേ, എൻ്റെ ഹൃദയത്തെ ഹല്ലേലൂയ അങ്ങ് വിധിക്കുന്നുവെങ്കിൽ ആ വിധിയുടെ മുമ്പിൽ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്ന കർത്താവേ. ഒന്ന് പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, യേശുവേ. എല്ലാ മക്കളും കരങ്ങൾ 2 ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, യേശുവേ. ആ വിധിയുടെ മുമ്പിൽ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്ന കർത്താവേ. ആ വിധിയെ ഞാൻ വിൽഫുള്ളി സ്വീകരിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളും ഒന്ന് സ്വീകരിച്ച കർത്താവേ, എൻ്റെ മേൽ ആ ബാലശിക്ഷ നടത്തണമേ എന്ന് ഉള്ളു തുറന്നൊന്ന് ആഗ്രഹിച്ചാട്ടെ. യേശുവേ, ആ ബാലശിക്ഷ എൻ്റെ മേൽ നടത്തണമേ എന്ന് എല്ലാവരും ഉള്ളു തുറന്നൊന്ന് ആഗ്രഹിച്ചാട്ടെ. എല്ലാ മക്കളും ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഓൺ ലൈവായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി TV-യിലൂടെ ഈ ശുശ്രൂഷ ഇവിടുന്ന് ലൈവ് വെബ്കാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷ വീക്ഷിക്കുന്ന മക്കൾ ഈ സമയത്ത് പറഞ്ഞാട്ടെ, കർത്താവേ, എന്നെ കറക്റ്റ് ചെയ്യുന്ന, എന്നെ വിധിക്കുന്ന, എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന, ഞാൻ ആകേണ്ട പോലെ എന്നെ ആക്കി മാറ്റുന്ന, ഞാൻ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് എന്നെ മാറ്റിമറിക്കുന്ന, ഓ ഹല്ലേലൂയ, ആ വിധിക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രിയ പിതാവേ, ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഇപ്പം എന്നോടൊപ്പം ഓൺലൈവായി പങ്കെടുക്കുന്ന ജനലക്ഷങ്ങളെ വിശ്വാസത്താൽ ഞാൻ കാണുന്നു. ആ മക്കളോട് ചേർന്ന് ഞങ്ങളിത് ഈ വചനത്തെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ ബാലശിക്ഷ ഗുണീകരണമാണ്. കർത്താവിൻ്റെ ബാലശിക്ഷ ശാസനയാണ്. കർത്താവിൻ്റെ ബാലശിക്ഷ മനസ്സിനോട് വാദിക്കുന്ന പ്രതിവാദമാണ്. കർത്താവിൻ്റെ ബാലശിക്ഷ ദൈവം നടത്തുന്ന വിധിയാണ്. കർത്താവേ, അങ്ങ് ശാസിക്കുമ്പം ഞങ്ങൾ മുഷിയുന്നില്ല. കർത്താവേ, അങ്ങ് കറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കറക്റ്റഡ് ആകാൻ താല്പര്യപ്പെടുന്നു. യേശുവേ, അങ്ങ് വിധിക്കുമ്പം ആ വിധിയുടെ മുമ്പിൽ ഞങ്ങളെ സറണ്ടർ ചെയ്യുന്നു. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ഗുണത്തിനായിട്ട്, അങ്ങയുടെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനായിട്ടാണ് ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കുന്നത്. ആ ശിക്ഷ ജഡീക പിതാക്കന്മാർ ജഡത്തിൽ ശിക്ഷിച്ചുവെങ്കിൽ, ആത്മാക്കളുടെ ഉടമസ്ഥൻ ഞങ്ങളുടെ മനസ്സിനോട് വാദിക്കുന്ന ആ പ്രതിവാദം നടത്തുന്നതിനായി സ്തോത്രം. തിരിച്ചറിവിലേക്ക് ഞങ്ങൾ നടത്തുന്നതിനായി നന്ദി. ഓ ഹല്ലേലൂയ. ഓരോ മക്കളും അവനവനെ ശോധന ചെയ്യുവാൻ, ഞാൻ തിരിച്ചറിഞ്ഞോട്ടാണോ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതെന്ന് ശോധന ചെയ്യുവാൻ ഓരോ മക്കൾക്കും ആ വിവേചനത്തിന്റെ കണ്ണ് തുറക്കുന്നതിനായി നന്ദി. ഞാനിപ്പോൾ ബലഹീനരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി തകർക്കപ്പെട്ട തിരുശരീരത്തെ അവർ കാണട്ടെ. ഞാനിപ്പോൾ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഒഴിക്കപ്പെട്ട തിരുരക്തത്തെ അവർ കാണട്ടെ. അകാല മരണങ്ങൾ പതിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റിൽ തകർക്കപ്പെട്ട ശരീരത്തിന്റെയും ഒഴിക്കപ്പെട്ട രക്തത്തിന്റെയും വിശുദ്ധ ശക്തി ആ വീടുകളിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. ബലഹീനതകൾ മാറിപ്പോകട്ടെ. രോഗികൾ സൗഖ്യമാവട്ടെ. എത്ര രോഗികൾ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നു അത്രയും പേരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവർ തിരിച്ചറിയട്ടെ, ആ ശരീരത്തിൽ എൻ്റെ രോഗം വഹിച്ചതുകൊണ്ട് ഈ ശരീരത്തിൽ ഞാനിനി അത് ചുമക്കേണ്ടി ആവശ്യമില്ല എന്ന തിരിച്ചറിവിലേക്ക് നിന്റെ മക്കൾ നടത്തപ്പെടുമാറാകട്ടെ. ഓരോ ജീവിതങ്ങളുടെ മേലും അത് പകർന്നാട്ടെ. പരിശുദ്ധ ആത്മാവേ, വൻ കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ മക്കളെ അഭിഷേകം ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ വേഗത്തിൽ കൊണ്ടുവരിക സിസ്റ്ററെ. അവളുടെ മേലെ യേശുവിൻ്റെ സൗഖ്യം വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. അത്ഭുത സൗഖ്യം വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. വരിക ചേച്ചി. എന്താ ചേച്ചിയുടെ പേര്? കെട്ടാതി കഴിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ പേര്? ശ്രീലത. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മിനിറ്റിൽ ഞാൻ ഇവിടെ പറഞ്ഞ വചനത്തിൻ്റെ തിരിച്ചറിവിൽ മകളെ നീ സൗഖ്യമാകുന്നു. ശ്രീലത, ഇങ്ങോട്ട് നോക്കുക. ഈ സ്പോട്ടിൽ ഒന്ന് കൈവെക്കുക. ഞാൻ ഈ കൈവച്ചിരിക്കുന്ന ഈ സ്പോട്ടിൽ കൈവെക്കുക. ഈ സ്പോട്ടിൽ കാണാമോ? ആ സ്പോട്ട് ദാ ഇവിടെ.
See the spot. ഈ സ്പോട്ടിൽ കൈവെക്കുക. ഇവിടെ കർത്താവിൻ്റെ കരം വ്യാപരിക്കുന്ന കാണുന്നു. ശ്രീലത എന്നോട് പറയൂ, അവിടെ എന്താണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്? അവിടെ എന്താണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്? വേദന. എങ്ങനെയാ അത്? എന്താ അത്? അറിയില്ല, വലിച്ചു പിടിക്കുന്ന വേദനയാ. ഭയങ്കര വേദനയാ. ഉവ്വ്. ഭയങ്കര വേദനയാ. ദാ, ക്ലിപ്പിട്ട് വലിക്കുന്ന. നിങ്ങൾ കാണുക, കാണുക. ശ്രീലത യേശു തുറന്ന് കാണുക. ഓ, ഒഴിഞ്ഞു പോ. ഓ, സൗഖ്യമാവുന്ന കാണുക. ആ മകള് സൗഖ്യമാവുന്ന കാണുക. യേശുവിന്റെ അടിപ്പ്. പവർ ഓഫ് ദി ലോർഡ് ഈസ് മൂവിങ്. ഓ, ഇതൊരു കംപ്ലീറ്റ് ഹീലിംഗ് ആണ്. ആ കഴുത്തിലേക്ക് യേശുവിന്റെ ജീവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ കഴുത്തെല്ലുകളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുത ദൈവിക ജീവൻ ആ മകളുടെ മേൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവേന്ന് വിളിക്കുക. ഓ, ആ ബ്ലൂ ഷർട്ട് ഇട്ട ആ മകനെ യേശു തൊടുന്നു. ആ ബ്ലൂ ഷർട്ട് ഇട്ട ആളെ വിളിക്കുക. കടും ബ്ലൂ ആണ്, ബ്ലാക്ക് ആണ്. അത് വാട്ട് കളർ ഇസ് ദാറ്റ്? മഞ്ഞ ഷോൾ ഇട്ട ആളുടെ ഇപ്പുറത്ത് നിൽക്കുന്ന. അച്ഛാ, വേഗം വിളിച്ചോണ്ട് വാ. ഓ, ഇറ്റ്സ് എ മേജർ ഹീലിംഗ്. ആ മകന് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ സൗഖ്യമാണ്. അവരെ വിളിക്കല്ല, അവരെ വിളിക്കല്ല, അവരെ വിളിക്കല്ല. അവരവിടെ കിടന്നോട്ടെ. അവർ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഓ ജീസസ്, ഓ ജീസസ്. എന്താ ബ്രദറെ പേര്? ഉറക്കെ പറ. ജോൺസൺ. ജോൺസൺ. ബ്രദർ ജോൺസൺ, യേശു നിന്നെ തൊടാൻ പോവാ. നോക്കൂ ജോൺസൺ, നോക്കൂ ജോൺസൺ, നോക്കൂ ജോൺസൺ. യേശു നിന്നെ തൊടാൻ പോവാ. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. റൈറ്റ് ചെസ്റ്റില്, വലത്തെ ചെസ്റ്റില്, വലത്തെ നെഞ്ചില്, ദാ ഇവിടെ ഞാൻ ഈ കൈവെക്കുന്ന സ്പോട്ട് കാണുക. ഇവിടുന്ന് ഇവിടേക്ക് നോക്കുക. ഞാൻ ആ വരയ്ക്കുന്ന വര കാണുക. കാണുന്നുണ്ടോ? ജോൺസൺ, കണ്ണ് തുറക്കൂ, ദയവായി കണ്ണ് തുറക്കൂ പ്ലീസ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് കാണാതെ എങ്ങനെയാണ് നിങ്ങളിത് സ്വീകരിക്കുന്നത്? ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരിക, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരിക. ഓൾറൈറ്റ്, ഇതാ നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയും വേണമെങ്കിൽ. നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്നത് എന്താന്ന്. ഓ ഹല്ലേലൂയ. ഓ, ഇത് വലിയ സൗഖ്യമാണ്. ഓ ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളിന്ന് പറഞ്ഞ ആ വചനത്തിനകത്തെ ഒരു സൗഖ്യമായി നടക്കുന്നത്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും, അടുത്തത് പലരും നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. അപ്പോയിന്റഡ് ടൈമിന് മുമ്പുള്ള ഡെത്താണ് ഇവിടെ മാറിപ്പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഇയാളെ കർത്താവ് തൊട്ട് തുടങ്ങി. പിടിച്ചോണേ, പിടിച്ചോണേ, പിടിച്ചോണേ. യേശുവിന്റെ ശക്തി അടിക്കുന്നു. ഓ, see the power of the Lord is moving. ശക്തി അടിക്കുന്നു. കർത്താവ് തൊടുന്നു, യേശു തൊടുന്നു. നിങ്ങൾ കാണുക. ജോൺസൺ യേശുവിന്റെ നാമത്തിൽ ഹീൽ ആവട്ടെ. ഓ, the power of the Lord is moving. യേശുവേ എന്ന് വിളിച്ചോ, വിളിച്ചോ. യേശുവേ, യേശുവേ, യേശുവേ. വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ, അതാ വിട്ടുപോട്ടെ, അതാ. ഓ, ജോൺസണെ. ഓ, ഒഴിഞ്ഞു പോവാ, ഒഴിഞ്ഞു പോവാ. നിങ്ങളുടെ കൈ നിൽക്കുന്നില്ല, അവിടെ കിടത്തിക്കോ, അവിടെ കിടത്തിക്കോ. അത് വിട്ടുപോവാ ശരീരത്തിൽ നിന്ന്, അത് വിട്ടുപോവാ ശരീരത്തിൽ നിന്ന്. ഇറ്റ്സ് എ മേജർ ഹീലിംഗ്. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. എന്താ നിങ്ങളുടെ പേര്? മാർഗരറ്റ്. മാർഗരറ്റ്. മാർഗ്രറ്റ്. യെസ്. മാർഗ്രറ്റ്, കണ്ണു തുറക്കൂ. കാണത്തില്ല. ഇത് മാറ്റിക്കാൻ. മുടി നീട്ടിയവർക്ക് മൂടുപടം മുടി തന്നെയാ. കമാ, ശ്രദ്ധിച്ച് കേൾക്ക. മാർഗ്രറ്റ്, യേശു നിന്നെ തൊടുന്നു മകളെ. കർത്താവിൻ്റെ സ്പർശനം ദാ ഈ സ്പോട്ടിൽ. ഓ, എക്സാക്ട്ലി ഇവിടെ. ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ഈ കാണിക്കുന്ന ഈ സ്പോട്ട് കണ്ടോ? കാണാമോ? ദാ ഈ സ്പോട്ടിൽ, ഈ സ്പോട്ടിൽ ഞാൻ ഈ തൊട്ടിരിക്കുന്ന വിരൽ തൊടുന്ന സ്ഥലം കണ്ടോ? ഈ സ്പോട്ടിൽ കർത്താവ് തൊടുന്നു. അതെന്നാ സംഭവിച്ചതാ? ഓ, നോക്കട്ടെ. ഇവിടെ നിന്ന് ഇത് താഴേക്ക് ഇറങ്ങുക. ഈ ഒരു കൈ മുഴുവൻ നംനസാ അല്ലേ? ഇവിടം വരെ പെയിനായിരുന്നു. ഇവിടെ എല്ലാം 1.5 മാസമായിരുന്നു. യേശുവേ എന്ന് വിളിച്ചോ. മാർഗ്രറ്റിനെ യേശു തുറന്ന് കാണുക. ഓ, ജീവദായക യേശുവേ. ആ മകള് സൗഖ്യമാകുന്നു. കരങ്ങളെ അടിച്ചു യേശുവിന് ആരാധന കൊടുക്കുക. മാർഗ്രറ്റ്, നീ കൊണ്ടുവന്ന് അവിടെ ഉണ്ടോ എന്ന് നോക്ക് മകളെ. ഇല്ല, 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 ഇല്ല. പെർഫെക്റ്റ്. വരിക ചേച്ചി, വരിക. ഓ, അവർക്കിപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ല. ഓ, കർത്താവിന്റെ മഹത്വം ഇപ്പോഴും അവരുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുക. കൊണ്ടുവന്ന് അവിടെ ഉണ്ടോ എന്ന് നോക്കിയേ.
കൊണ്ടുവന്ന് അവിടെ ഉണ്ടോന്ന് നോക്കിയേ. ഇല്ല ഇല്ല ഓ ഇല്ല ഇല്ല ഒന്നുമില്ല. ആ മകളുടെ സന്തോഷത്തിനൊന്ന് പങ്കുചേർന്നേ. കരങ്ങളെ അടിശേഷുവിന് ആരാധന കൊടുത്ത്